സുരേഷ് ബാബു സാർ ബാബു ആന്റണി സാർ പറഞ്ഞു സാറ് 2010 തന്നെ സിനിമ എടുക്കുമ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയിരുന്നു എന്നുള്ളത്. 1980 മുതൽ ഓരോ ദശാബ്ദത്തിലും സിനിമ ചെയ്തിട്ടുള്ള ആളാണ് സാറ്. മലയാള സിനിമയുടെ ഈ ഒരു ദശാബ്ദത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ വേറൊരു വെറൈറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചെറിയ സംഭവങ്ങൾ എടുത്തിട്ടുള്ള കഥകളാണ് ഞാൻ ഇപ്പോൾ പല സിനിമകളും കാണും. എല്ലാ സിനിമകളും ഞാൻ കാണും, സകല സിനിമകളും കാണും, ഒന്നും വിടത്തില്ല, എല്ലാം കാണും. അപ്പോൾ എനിക്ക് അങ്ങനെ മാറ്റി. പിന്നെ എൻ്റെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, മീൻസ് അതിൽ നിന്നുള്ള മാറ്റി. പിന്നെ മാക്സിമം ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡ് അഡ്വാൻസ് ചെയ്തിട്ടുള്ള ചിത്രമാണ് ഇത്. ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് ഇനി ചെയ്യാനായിട്ട് തോന്നും. ഇപ്പോൾ എല്ലാ പടങ്ങളും ഹിറ്റല്ലേ, മിക്ക പടങ്ങളും ഹിറ്റല്ലേ, എല്ലാം അതിൻ്റെ വെറൈറ്റി, ഓരോരുത്തരുടെ അവരെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങൾ നല്ലത്. എൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈല് വേറെയാണ്. അത് സക്സസ് ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും നമ്മളത് ചെയ്യാനായിട്ട് നിൽക്കും. സാർ, ഇപ്പോൾ നമുക്ക് ഗ്ലോബലി തന്നെ ആണെങ്കിലും ഈ ത്രില്ലർ സിനിമകൾക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് പൊതുവെ. ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അതെ, ആശിക്കാണ് സാർ. ഇപ്പോൾ ഈ തമിഴ് ഉൾപ്പെടെയുള്ള സിനിമകൾ, നമുക്ക് രാക്ഷസൻ പോലെയും മലയാളത്തിൽ അഞ്ചാം പാതിര പോലെയുള്ള സിനിമകൾ നമ്മൾ ഒരുപാട് വിസ്മയിപ്പിച്ച സിനിമകളാണ്. സോ അതിനപ്പുറത്തേക്ക് ഒരു ത്രില്ലർ സിനിമ നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് സന്തോഷ് സാർ നമ്മുടെ ഒപ്പം ഉണ്ട്, ഈ ഒരു ത്രില്ലർ സിനിമകൾ എടുക്കുമ്പോൾ സാറിൻ്റെ എഴുത്ത് വഴികളിൽ ഇത്തരം സിനിമകൾ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്തിലേക്ക് പോയാൽ മാത്രമാണ് ഇനി നമ്മൾ ഫേസ് ചെയ്യാനിരിക്കുന്ന ഒരു നിരൂപക വൃന്ദം ഉണ്ടല്ലോ, സോ അതിനെ ട്രീറ്റ് ചെയ്യുകയും സീറ്റിംഗ് എഡ്ജ് ത്രില്ലറിലേക്ക് സിനിമയെ കൊണ്ടുവരാനും സാർ അത്തരം റെഫറൻസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സന്തോഷാണോ പറയണ്ടേ, ഞാനാണോ പറയണ്ടേ? ആര് പറഞ്ഞാലും മതി, സന്തോഷിച്ച കൊടുക്കാം. നിരൂപക വൃന്ദം, അതിൻ്റെ